ഇപ്പം ഞാനുള്ളത് വയനാട്ടിലാണ്. എട്ടാമത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ഏട്ടനുണ്ട് ഇന്ന് എൻ്റെ ബ്ലോഗിൽ. പിന്നെ ഇപ്പം ഞാനുള്ളത് വയനാട്ട് തേയിലത്തോട്ടത്തിലാണ്. അവിടെ തേയിലത്തോട്ടത്തിൻ്റെ ഫാക്ടറി ഉണ്ട്. അവിടെയാണ് ഇത് മൊത്തം തേയിലത്തോട്ടമാണ്. ഫുൾ തേയിലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തേയിലത്തോട്ട ഫാക്ടറി ഉണ്ട്, പിന്നെ ഇവിടെ തേയിലത്തോട്ടവും ഉണ്ട്. തേയിലത്തോട്ടിൻ്റെ ഇവിടെ ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ബ്ലോഗ് റിഹാൻ കൊച്ചു ആവശ്യങ്ങൾ എല്ലാവരും അടിച്ചിട്ട് കാണാമെന്നില്ല, ഞാൻ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇവിടെ ഇത് നല്ല തേയിലത്തോട്ടാണ്, ഭംഗിയായിട്ടുണ്ട്. ഇത് വയനാട് നല്ല ഭംഗിയായിട്ടുള്ള തേയിലത്തോട്ടാണ്. നിങ്ങൾ കാണും, ഇപ്പം നിരനിരയായിട്ടുള്ളത് ഈ തേയിലത്തോട്ടം. ഓരോരോ ഇതായിട്ട് അട്ടി അടക്കര ഗുഹയാണ്. അടക്കര ഗുഹ ഇവിടെ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് നടക്കാം ഫ്രണ്ട്സ്. നമ്മൾ നടക്കുകയാണ്. ഇത് നല്ല ദൂരമുണ്ട്, നമുക്ക് നടക്കാം. വയനാട്ട് കാന്തപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്താണ് ഇതാണ് വെള്ളച്ചാട്ടം. പക്ഷേ ഇവിടുന്നാണ് വെള്ളം വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഒഴുക്കുണ്ട്, അല്ലെങ്കിൽ ഇത് കുളിക്കാൻ ഇത് അടച്ചു കൂട്ടിയിരിക്കാനാണ്. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടുണ്ട് ഒരുപാട്. അതിന്റെ ഫോട്ടോ ഞാൻ തരാം. കണ്ടോ, ഇവിടെ വന്നിട്ട് ഇത് കാണാൻ നിങ്ങൾക്ക് കഴിയും. അപ്പുറം കുളിക്കാൻ കഴിയും, പക്ഷെ ഇവിടെ കുളിക്കാൻ കഴിയും. ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഇവിടെ കൂട്ടി വെച്ചിട്ട് അവിടെ ഇത് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ക്രോസ് ചെയ്ത് അത്ര പോവുകയാണ്. പക്ഷെ ഇതിപ്പോൾ അടച്ചിട്ടിട്ടാണുള്ളത്. എല്ലാം നമുക്ക് ഇതിൽ പോവുകയാണ്, പക്ഷെ ഇത് അടച്ചിട്ടിട്ടാണുള്ളത്. അവിടെ കുളിക്കാൻ കഴിയില്ല, പക്ഷെ ഇവിടെ കുളിക്കാൻ കഴിയും. ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാൻ കഴിയും. ഇവിടെ കൂട്ടിയിട്ടില്ല, ഇവിടെ അടച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ കുളിക്കുവാണെങ്കിൽ കുറേ ആൾ കുളിക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ട് ഇത് വയനാട്ടിലാണ്. വയനാട്ടിൽ നിങ്ങളെല്ലാം വന്ന് കുളിക്കണം. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ അവിടെ എല്ലാം ഫുള്ള് വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ അപ്പുറം പാറയാണ്. പാറ കുളിക്കാൻ വരാമെന്ന് വെച്ചാൽ അപ്പുറം കാടാണ്. അവിടെ ഏത് ബോർഡിൽ അപ്പുറം കാടാണ്, കുളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് മാത്രം ഇങ്ങനെ കുളിക്കാൻ കഴിയും. ഇവിടെ കുറേ ആൾ കുളിക്കുന്നുണ്ട്, അപ്പുറം പോകാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് മാത്രം ഇങ്ങനെ കുളിക്കാനേ കഴിയും. ഇവിടെ ഇങ്ങനെ പോവും. മലയിലുള്ള ഇത് സ്റ്റാപ്പാണ്. ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇത് എപ്പോൾ തുറന്നത് ഈ വെള്ളം? കോവിഡിൻ്റെ ഇത് തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ നവംബർ 1-ാം തീയതി തുറന്നു. കുളിക്കാനുള്ള അനുവാദമുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ കഴിയില്ല, കാരണം കുറച്ച് വെള്ളം കൂടുതലും അങ്ങോട്ട് ഇറങ്ങുന്ന പാറ വഴുക്കലുമാണ്. ഇത് ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ കഴിയുന്നതാണ്. അവിടെ ഇറങ്ങിയ ആൾക്കാർക്ക് സുഖമായിട്ട് കുളിച്ച് വരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ്, ഈ ബ്ലോഗ് ഇന്ന് ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.